പൊതുവെ ഒ പിയിൽ പേഷ്യൻസ് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഡോക്ടറെ എൻ്റെ കാലിലേക്കുള്ള ഞരമ്പ് കുടുങ്ങിയിട്ട് എനിക്ക് വല്ലാത്ത വേദനയും തരിപ്പൊക്കെ ഉണ്ട്, കുറേ കാലമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. എന്താണ് ഈ ഞരമ്പ് കുടുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ തലച്ചോറിൽ നിന്നും നട്ടലിലൂടെ താഴേക്ക് ഇറങ്ങി വരുന്ന ഒരുപാട് നാഡീ ഞരമ്പുകളുണ്ട്. ഇത് നട്ടലിന്റെ ചെറിയ ചെറിയ ഹോൾസ് വഴി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് കൈയിലേക്കും കാലിലേക്കും ഒക്കെയാണ് പ്രധാനമായിട്ടും പോകുന്നത്. ഈ ഹോൾസിൽ വെച്ചിട്ട് ഈ ഞരമ്പിന് കംപ്രസ്ഡ് ആയിട്ട് വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഞരമ്പ് കുടുങ്ങുക അല്ലെങ്കിൽ നെർവ് റൂട്ട് കംപ്രഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലൊരു നെർവ് റൂട്ട് കംപ്രഷൻ വരുന്ന സമയത്ത് അത് കൈയിലേക്കുള്ള വേദനയായിട്ടോ തരിപ്പായിട്ടോ അല്ലെങ്കിൽ ബലക്കുറവായിട്ടോ ഒക്കെ വരാവുന്നതാണ്. പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ് ഈ നെർവ് റൂട്ട് കംപ്രഷൻ ഉണ്ടാവാനായിട്ടുള്ളത്. ഒന്ന്, ഡിസ്കിന് വരുന്ന ബൾജിങ്. നമ്മുടെ നട്ടലിന്റെ ഓരോ എല്ലുകൾക്ക് ഇടയിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഡിസ്ക് എന്ന് പറയുന്നത്. ഈ ഡിസ്ക് അതിന്റെ കറക്റ്റ് പൊസിഷനിൽ ഇരുന്നാൽ ഈ ഞരമ്പിന് ഫ്രീ ആയിട്ട് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കും. എന്നാൽ ഡിസ്ക് ബൾജ് ചെയ്ത് ഈ ഹോളിലേക്ക് കയറി വരികയാണെങ്കിൽ നെർവ് അവിടെ കുടുങ്ങിപ്പോവും. അത് നെർവ് റൂട്ട് കംപ്രഷനും ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളും ഉണ്ടാക്കും. അതേപോലെ മറ്റൊരു കാരണമാണ് എല്ലിന് വരുന്ന തേയ്മാനം. എല്ല് തേയ്മാനം വരുന്ന സമയത്ത് നമ്മുടെ ബോഡി അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ബോൺ പ്രൊഡക്ഷൻ കൂട്ടും. അത് ചെറിയ മുള്ളു പോലെയുള്ള ഓസ്റ്റിയോഫൈറ്റ്സിന് ഉണ്ടാവുന്നതിന് കാരണമാവും. ഈ ഓസ്റ്റിയോഫൈറ്റ്സും ഇതേപോലെ ഹോളിലേക്ക് കയറി നിൽക്കുന്ന സമയത്ത് നെർവ് റൂട്ട് കംപ്രഷൻ ഉണ്ടാവുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസിലൂടെ വിദഗ്ധമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.